ഹലോ ഹായ് എല്ലാവർക്കും ലേനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലും അതുപോലെ തന്നെ രണ്ടാമത്തെ ആഴ്ചയിലും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അതായത് ഏപ്രിൽ 1 തൊട്ട് 12 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാനലിന്റെ പേര് നിങ്ങൾക്ക് അറിയാലോ, ലേണോ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇയർലി കറണ്ട് അഫയേഴ്സും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്, വെൻ ഈസ് വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റഡ്? എന്നാണ് വേൾഡ് ഹെൽത്ത് ഡേ? നമുക്കറിയാം നമ്മുടെ ഏറ്റവും നല്ല ഹെൽത്ത്, നമ്മുടെ ഏറ്റവും നല്ല വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ആണ്. സോ വെൻ ഈസ് വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റഡ്? ഓപ്ഷൻ എ മാർച്ച് 24. അപ്പോ എന്താണ്, നമുക്കിത് മാർക്ക് ചെയ്യാവേ. ഓപ്ഷൻ എ മാർച്ച് 24, ഓപ്ഷൻ ബി ഏപ്രിൽ 7, ഓപ്ഷൻ സി മെയ് 1, ഓപ്ഷൻ ഡി ജൂൺ 5. അപ്പോൾ നമ്മൾ ഇതിൽ MCQ മോഡലിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ എന്നാണ് വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത്, എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്നാണ് മക്കളെ? ഏപ്രിൽ 7-നാണ് വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹെൽത്ത് ഡേ ഈസ് ഓൺ ഏപ്രിൽ 7. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യമല്ല, ഏപ്രിൽ വേൾഡ് ഹെൽത്ത് ഡേനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. വേൾഡ് ഹെൽത്ത് ഡേ സെലിബ്രേറ്റഡ് ആനുവലി ഓൺ ഏപ്രിൽ 7 ടു മാർക്ക് ദ ആനിവേഴ്സറി ഓഫ് ദ ഫൗണ്ടിങ് ഓഫ് ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ WHO ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ എന്താണ് ആനിവേഴ്സറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് ആഘോഷിക്കാൻ അല്ലെങ്കിൽ ആചരിക്കാൻ തുടങ്ങിയത്. 1948 തുടങ്ങിയിട്ട് അല്ലെ. അതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വേൾഡ് ഹെൽത്ത് ഡേ ആഘോഷിക്കുന്നത്? To raise awareness about ongoing health issues and promote healthy lifestyles. അല്ലെ, നമുക്കറിയാം ഒരുപാട് അസുഖങ്ങളാണ്, തോന്നുന്നു നമ്മുടെ ദിനചര്യ അനുസരിച്ചിട്ട് തന്നെ ഒരുപാട് അസുഖങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ അസുഖങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ് ഇതിലെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതിലെ തീം എന്താണ്? ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് നിൽക്കാം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹെൽത്ത് ഡേ 2026 ഏപ്രിൽ 7-നാണ് അല്ലെ. അടുത്ത ചോദ്യം, എപ്പോഴാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ എപ്പോഴാണ് നടന്നത് എന്നുള്ളതാണ്. വെൻ ഡിഡ് ദ ജാലിയൻ വാലാബാഗ് മസാക്കർ ടേക്ക് പ്ലേസ്? നമുക്കറിയാം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു ബ്ലാക്ക് ഡേ, ഒരു കറുത്ത ദിനമായിട്ടാണ് ഏത് ദിവസം? ഏപ്രിൽ 13. അന്ന് തന്നെയല്ലേ മക്കളെ? റൈറ്റ് ആൻസർ ഈസ് ഏപ്രിൽ 13, 1919. ഒരു കറുത്ത ദിനമായിട്ടാണ് ജാലിയൻ വാലാബാഗ്, നമുക്കറിയാം എപ്പോഴാണ് നടന്നത്? ഏപ്രിൽ 13-ന് 1919-ലാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സങ്കടം തോന്നുന്ന ഒരു സംഭവമാണ്. കാര്യം അവര് എല്ലാവരും ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട്, വൈശാഖി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ കൂടിച്ചേർന്ന, ആയിരക്കണക്കിന് ആൾക്കാർ സന്തോഷത്തോടെ കൂടിച്ചേർന്നാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതായത് അല്ലെ. ദ ജാലിയൻ വാലാബാഗ് മസാക്കർ വാസ് വൺ ഓഫ് ദ മോസ്റ്റ് tragic and defining events in the history of India's struggle for independence from the British rule. അപ്പോ അതുപോലെ തന്നെ എന്താ പറയുന്നത്, എപ്പോഴാണ് നടന്നത്? ഏപ്രിൽ 13, 1919, ദ ബ്ലാക്ക് ഡേ ഫോർ ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. എന്താണ്? ഫെസ്റ്റിവൽ, വൈശാഖി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയത്. എവിടെ വെച്ചിട്ടാണ്? ജാലിയൻ വാലാബാഗ്, അമൃത്സർ എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടന്നത്. എന്താണ്? എ ലാർജ് ക്രൗഡ് ഓഫ് ഇന്ത്യൻസ് had gathered peacefully, some to protest against British laws, others for the festival. കുറച്ചുപേര് ബ്രിട്ടീഷ് ലോസിനെതിരെയും അതുപോലെ തന്നെ കുറച്ചുപേര് ആഘോഷങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവിടെ കൂടിച്ചേർന്നത്. എന്താണ് സംഭവിച്ചത്? ഡയർ എന്ന് പറഞ്ഞിട്ടുള്ള, റെജിനാൾഡ് ഡയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസർ പെട്ടെന്ന് തന്നെ, യാതൊരു പ്രകോപനവുമില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റോളം ഒരുമിച്ച് വെടിയുതിർത്തു. അങ്ങനെയാണ് എന്താണ് സോൾജിയേഴ്സ് ഫയർഡ് എബൌട്ട്. കണ്ടോ, 10 മിനിറ്റോളം അവര് വെടിവെച്ചു. അങ്ങനെ ഒരു കണക്ക് പ്രകാരം 379 ആൾക്കാരാണെന്ന് മരിച്ചത്. എന്നാൽ കണക്കിൽ കൂടുതൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെയാണ് അത് ബ്ലാക്ക് ഡേ എന്ന് പറയുന്നത്. ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് മസാക്കർ took place. എവിടെയാണ്? അമൃത്സറിലെ ജാലിയൻ വാലാബാഗിലാണ്. ഓക്കെ, സോ അടുത്ത ചോദ്യം
When was Dr. B.R. Ambedkar born? എപ്പോഴാണ് അംബേദ്കർ ജയന്തി അല്ലെങ്കിൽ അംബേദ്കർ അദ്ദേഹം ജനിച്ചത് ഏത് ദിവസമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ April 14, 1889, ഓപ്ഷൻ ബി April 14, 1891, ഓപ്ഷൻ സി April 15, 1892, ഓപ്ഷൻ ഡി May 1st, 1890. The right answer is April 14, 1891. ഓക്കെ, അംബേദ്കർ എന്നാണ് ജനിച്ചത്? ഏപ്രിൽ 14, 1891 ജനിച്ചത്. അദ്ദേഹം എന്നാണ് മരണപ്പെട്ടത്? ഡിസംബർ 6, 1956 അദ്ദേഹം മരണപ്പെട്ടത്. ഇനി നാലാമത്തെ ചോദ്യം, ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഒന്നാമതെത്തിയ സ്റ്റേറ്റ് ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? കർണാടകയാണ് അല്ലെ, അവിടെ കൊടുത്തിട്ടുണ്ട്. കർണാടകയാണ് ഒന്നാമതെത്തിയത്. കർണാടക ടോപ്പ് ദ മെഡൽ ടാലി ആൻഡ് എമർജ്ഡ് as the overall champion in inaugural Khelo India Tribal Games 2026 held in Chhattisgarh from March 25 to April 3. അപ്പോ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിലെ ഏത് സ്റ്റേറ്റ് ആണ് ടോപ്പ് ആയത്? കർണാടകയാണ് കേട്ടോ. ഓക്കെ, കർണാടക ഫിനിഷ് വിത്ത് ടോട്ടൽ ഓഫ് 38 മെഡൽസ് ആണ് ടോട്ടൽ നേടിയത്. അതിൽ എത്ര ഗോൾഡ് ഉണ്ട്? കാണുന്നുണ്ട് അല്ലെ, എത്ര ഗോൾഡ് ആണുള്ളത്? 23 ഗോൾഡ്, 8 സിൽവർ, 7 ബ്രോൺസ് ആണുള്ളത്. സെക്കൻഡ് ഒഡീഷയാണ്, തേർഡ് ജാർഖണ്ഡ് ആണ്, 12ാമത്തെയാണ് നാഗാലാൻഡ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ചാമ്പ്യൻ കർണാടകയാണ്, റണ്ണറപ്പ് ഒഡീസയാണ്, തേർഡ് പ്ലേസ് ജാർഖണ്ഡിന് വന്നിട്ടുണ്ട്. എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഛത്തീസ്ഗറിൽ വെച്ചിട്ടാണ് നടന്നത്. ഛത്തീസ്ഗറിന് എത്രയാണ്? 9ാമത്തെ പ്ലേസ് ആണ് ഛത്തീസ്ഗർ കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. Which state is hosting the national level advanced agricultural festival in April 2020? അപ്പോ അത് എവിടെ വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി കർണാടക. ഏതാണ് മക്കളെ? റൈറ്റ് ആൻസർ ഈസ് മധ്യപ്രദേശ്. കേരളം അല്ല, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന മധ്യപ്രദേശിൽ വെച്ചിട്ടാണ് ഇത് അഡ്വാൻസ് അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ നടന്നത്. ഇനി ആറാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഓപ്പറേഷൻ ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യൻ നേവി ടു പ്രൊട്ടക്ട് ഷിപ്പ് ഇൻ ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്? ഹോർമൂസ് കടലിടുക്ക്, ഇപ്പൊ വാർത്തകളിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഓപ്പറേഷന്റെ പേര് എന്താണ് എന്നുള്ളതാണ്. ഓപ്പറേഷൻ സമുദ്ര സേതു, ഓപ്പറേഷൻ ഊർജ സുരക്ഷ അല്ലെ, ഓപ്പറേഷൻ സാഗർ കവച്, ഓപ്പറേഷൻ തൽവാർ. ഏതാണ്? ഊർജ സുരക്ഷയാണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്, ഓപ്പറേഷൻ ഊർജ സുരക്ഷ. It's the name of the operation. Operation Urja Suraksha launched by the Indian Navy to protect ship in the Strait of Hormuz in April 2026. അടുത്തത് ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. Which is the state fish of Kerala? കേരളത്തിലെ സ്റ്റേറ്റ് ഫിഷ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ സാർഡിൻ, ഓപ്ഷൻ ബി ഗ്രീൻ ക്രോമൈഡ്, ഓപ്ഷൻ സി ട്യൂണ, ഓപ്ഷൻ സി മാക്രൽ. ഏതാണ് റൈറ്റ് ആൻസർ? ഏതാണ്? ഗ്രീൻ ക്രോമൈഡ് ആണോ? അതെ, കരിമീൻ ആണല്ലേ. കരിമീൻ എന്ന് അറിയപ്പെടുമ്പോൾ എന്താണത്? ഗ്രീൻ ക്രോമൈഡ് ഈസ് ദ സ്റ്റേറ്റ് ഫിഷ് ഓഫ് കേരള. ഓക്കെ, അടുത്തത് എട്ടാമത്തെ ചോദ്യം. ഒരു പുതിയ സ്പീഷ്യസിനെ ത്രിപുരയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അത് ഏത് സ്പീഷ്യസ് ആണ് എന്നുള്ളതാണ് ചോദ്യം. എ ന്യൂ സ്പീഷ്യസ് ഡിസ്കവേർഡ് ഇൻ ത്രിപുര ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി? ഓപ്ഷൻ എ ബേർഡിന്റെ കാറ്റഗറിയിൽ ഉള്ളതാണോ? ഓപ്ഷൻ ബി ഫിഷിന്റെ കാറ്റഗറിയിലാണോ? ഗെക്കോ എന്ന് പറഞ്ഞ ഒരു ലിസാർഡ് ടൈപ്പ് കാറ്റഗറി വരുന്നതാണ് കേട്ടോ. ഓപ്ഷൻ ഡി മാമ്മൽ. ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഗെക്കോയാണ്. അപ്പൊ ഗെക്കോ കാറ്റഗറിയിലുള്ള ഒരു ലിസാർഡിന്റെ കാറ്റഗറിയിലുള്ള ഒരു സ്പീഷ്യസിനെയാണ് ഇപ്പൊ ത്രിപുരയിൽ വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്. അടുത്തത് ഒൻപതാമത്തെ ചോദ്യം. ഇന്ത്യാസ് ഫസ്റ്റ് വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ? അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, അതായത് അവിടുത്തെ റെയിൽവേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം റീസൈക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. ഫ്രഷ് വാട്ടർ അവർ യൂസ് ചെയ്യുന്നത് കുറച്ചിട്ട് അതിനെ റീസൈക്കിൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന, അതായത് എനിക്ക് തോന്നുന്നു ഒരുപാട് ലക്ഷത്തോളം ലിറ്റർ കണക്കിന് വെള്ളം അവർക്ക് അവിടെ റിസർവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി ജയ്പൂർ. വളരെ നല്ലൊരു തീരുമാനമാണ് അല്ലെ. ഇതെവിടെയാണ്? അഹമ്മദാബാദിലാണ് ഫസ്റ്റ് വാട്ടർ ന്യൂട്രൽ റെയിൽവേ ഡിപ്പോർട്ട് ഉള്ളത്. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. റെയിൽവേ ഡിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രെയിൻസ് എല്ലാം ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവര് എങ്ങനെയാണ് വെള്ളം യൂസ് ചെയ്യുന്നത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ആദ്യം ചെയ്യുന്നത് റെയിൻ വാട്ടർ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, അതായത് ക്ലീനിങ് യൂസ്ഡ് വാട്ടർ ഫോർ റീയൂസ്. എന്താണ്? യൂസ് ചെയ്തിട്ടുള്ള വാട്ടർ വീണ്ടും റീയൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ വാട്ടർ റീസൈക്ലിംഗ്, റീയൂസ് റീസൈക്കിൾ ചെയ്യുന്നു അല്ലെ. തന്നെ
ലോ ഫ്ലോ ടാപ്സോ സെൻസേഴ്സോ അല്ലെങ്കിൽ വെള്ളം പോകുന്നത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കുന്നു. ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, സെൻഡിങ് എക്സസ് വാട്ടർ ബാക്ക് ഇൻ ടു ദ സോയിൽ. സോ ബാക്ക് ഇൻ ടു ദ സോയിൽ അതാണ് പറയുന്നത്. സോ ദിസ് റെയിൽവേ ഡിപ്പോ ബിക്കംസ് വാട്ടർ ന്യൂട്രൽ. എവിടെയാണത്? അഹമ്മദാബാദിലാണ് അല്ലെ. അടുത്ത ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ മുകേഷ് അംബാനി, ഓപ്ഷൻ ബി ഗൗതം അദാനി, ഓപ്ഷൻ സി രത്തൻ ടാറ്റ, ഓപ്ഷൻ ഡി ശിവ് നടാർ. ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഗൗതം അദാനിയാണ്. ഏഷ്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ മുകേഷ് അംബാനിനെ വെട്ടിച്ചിട്ട് ആരായി മാറി? ഗൗതം അദാനി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോ എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.